ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് BASOHന്റെ യൂണിറ്റ് 2 ആണ്. യൂണിറ്റിൻ്റെ പേര് യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, കമോഡിറ്റി, യൂസ് വാല്യൂ ഓഫ് കമോഡിറ്റീസ്, എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് കമോഡിറ്റീസ്, ദ ഒറിജിൻ ഓഫ് വാല്യൂ ആൻഡ് വാല്യൂ ഫോം, ഫെറ്റിഷിസം ഓഫ് കമോഡിറ്റീസ്, സർക്കുലേഷൻ ഓഫ് കമോഡിറ്റീസ്, തിയറി ഓഫ് സർപ്ലസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്ത് നമുക്ക് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ആദ്യത്തെ ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് കമോഡിറ്റി ഇൻ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. അതായത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ കമോഡിറ്റി എന്ന ആശയം വിശദീകരിക്കുക. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ദി ചേഞ്ചസ് ഇൻ സോഷ്യൽ റിലേഷൻസ് വിത്ത് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്ചേഞ്ച് റിലേഷൻസ് ഇൻ ക്യാപിറ്റൽ സൊസൈറ്റീസ്. അതായത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലെ എക്സ്ചേഞ്ച് റിലേഷൻ്റെ ഡെവലപ്മെൻറ്റുമായി റിലേറ്റ് ചെയ്ത സോഷ്യൽ റിലേഷൻസിലെ ചേഞ്ചസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ഡിസ്ക്രൈബ് ദി ഇമ്പാക്റ്റ് ഓഫ് കമോഡിറ്റി ഫെറ്റിഷിസം ഓൺ റിലേഷൻഷിപ്പ് എമംഗ് ഇൻഡിവിജ്വൽസ്. അതായത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ ചരക്ക് ഫെറ്റിഷസിൻ്റെ സ്വാധീനം വിശദീകരിക്കുക. അടുത്ത ഒബ്ജക്റ്റീവ് ഔട്ട്ലൈൻ മാക്സ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. മാക്സിൻ്റെ മിച്ചമൂല്യ സിദ്ധാന്തത്തിൻ്റെ ഒരു രൂപരേഖ അത് പഠിക്കുക. അതാണ് ഇത്രയും 4 ഒബ്ജക്റ്റീവ്സ് ആണ് ഈ യൂണിറ്റ് 2 ഉള്ളത്. ഇനി അടുത്ത് നമുക്ക് ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഒരു സമൂഹത്തിലോ സംസ്കാരത്തിലോ വ്യക്തികൾ പുലർത്തുന്ന അംഗീകൃതമോ അപലഷണീയമോ ആയ വിശ്വാസങ്ങളെയാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത വ്യക്തികൾ വ്യത്യസ്ത വിശ്വാസങ്ങളെ വിലമതിക്കുന്നുണ്ടാകാം. ഉദാഹരണത്തിന് ചില വ്യക്തികൾ പങ്കിടലിനെ വിലമതിക്കുമ്പോൾ മറ്റുള്ളവർ വ്യക്തിത്വത്തെ വിലമതിക്കുന്നു. സമൂഹങ്ങൾ, സംസ്കാരങ്ങൾ, കാലഘട്ടങ്ങൾ എന്നിവയെ ആശ്രയിച്ച് മൂല്യങ്ങൾ വ്യത്യാസപ്പെടാം. പുരാതന കാലം മുതൽ വ്യക്തികൾ എല്ലായ്പ്പോഴും ചില വിശ്വാസങ്ങളെയോ ആശയങ്ങളെയോ വിലമതിച്ചിട്ടുണ്ട്. മുതലാളിത്ത സമൂഹത്തിൻ്റെ ആവിർഭാവത്തോടെ വിനിമയത്തിന് വിധേയമാകുന്ന കമോഡിറ്റിയുമായി ബന്ധപ്പെട്ട് വാല്യൂ എങ്ങനെ കണക്കാക്കപ്പെടുന്നുവെന്ന് കാറൽ മാർക്സ് വിശകലനം ചെയ്യുമ്പോൾ നോക്കുന്നുണ്ട്. ഉപയോഗ മൂല്യവും വിനിമയ മൂല്യവും ഉൾക്കൊള്ളുന്ന കമോഡിറ്റികളുടെ ആശ്രയത്തിലൂടെ സാമ്പത്തിക പദങ്ങളിൽ കാറൽ മാർക്സ് വാല്യൂസിനെ നോക്കുന്നു. കാറൽ മാർക്സ് പറയുന്നു, മൂല്യത്തെ അഭൗതിക വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കരുത്, മറിച്ച് ഒരു കമോഡിറ്റി എന്ന നിലയിൽ ടാഞ്ചിബിൾ തിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുക. 1849 ലണ്ടനിലായിരുന്നപ്പോൾ മാർക്സ് സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ സമയം ചെലവഴിക്കുകയും 1867 ക്യാപിറ്റൽ എഴുതുകയും ചെയ്തു. മാർക്സ് എഴുതിയ ചാപ്റ്റർ ഓഫ് ദാസ് ക്യാപിറ്റലിൻ്റെ ആദ്യ അധ്യായമാണ് കമോഡിറ്റി എന്ന അധ്യായം. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലെ ചരക്ക് എന്ന ആശയത്തെയും യൂസ് വാല്യൂവും എക്സ്ചേഞ്ച് വാല്യൂവും പോലുള്ള അനുബന്ധ ഘടകങ്ങളെയും ഈ യൂണിറ്റ് പരിശോധിക്കുന്നുണ്ട്. ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ തുടങ്ങിയ രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധരുടെ രചനകളെ വിമർശിക്കുന്നതാണ് മാർക്സിന്റെ അനലൈസിസ് ഓഫ് കമോഡിറ്റി. ഇംഗ്ലണ്ടിന്റെ സാമ്പത്തിക നയങ്ങളെ പ്രധാനമായും രൂപപ്പെടുത്തിയത് റിക്കാർഡോയുടെ രചനകളാണ്. കമോഡിറ്റി എന്ന ആശയത്തെക്കുറിച്ചുള്ള ഒരു ധാരണയിലൂടെ മാർക്സ് മുതലാളിത്ത സമൂഹത്തിന്റെ സാമ്പത്തിക തത്വങ്ങളെ വിമർശിക്കുന്നുണ്ട്. ഇനി നമുക്ക് കമോഡിറ്റി എന്താണെന്ന് നോക്കാം. എന്താണ് കമോഡിറ്റി? ഒരു മുതലാളിത്ത സമൂഹത്തിൽ സാമൂഹിക ബന്ധങ്ങളുടെ ഒരു നിശ്ചിത വ്യവസ്ഥയുടെ ഫലമുണ്ടായ ഒരു സാമ്പത്തിക ഉൽപ്പന്നമായി കമോഡിറ്റി എന്ന ആശയത്തെ പരിശോധിച്ചു. മുതലാളിത്ത സമൂഹത്തിൽ വിപണി വികസിക്കുമ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിങ്ങിന് വിധേയമാകുന്ന ഒരു കമോഡിറ്റി കൂടിയാണിത്. ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷൻ രീതിയുള്ള സൊസൈറ്റികളിൽ കമോഡിറ്റികളുടെ വൻതോതിലുള്ള ശേഖരണം നടക്കുന്നുണ്ട്. ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ ബേസിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു കമോഡിറ്റിയാണ്.
കമോഡിറ്റി എന്നത് മനുഷ്യർക്ക് പുറത്തുള്ളതും മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമായ ഒരു വസ്തുവാണ്. കമോഡിറ്റി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. എക്സാമ്പിളാണ് ഷൂസ്, ഡ്രസ്സ്, ബ്രെഡ്, ബട്ടർ, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കമോഡിറ്റി, ചരക്ക്. ഡൈവേഴ്സ് കമോഡിറ്റീസ് വ്യത്യസ്ത ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു. ഒരു കമോഡിറ്റി അതിൻ്റെ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ഒരു കമോഡിറ്റിയുടെ മൂല്യം ഡിറ്റർമൈൻ ചെയ്യുന്നതിന് സാമൂഹികമായി ആവശ്യമായ അധ്വാനത്തിൻ്റെ അളവോ സാമൂഹികമായി ആവശ്യമായ അധ്വാന സമയമോ ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ഡയമണ്ട്സ്. അത് ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ അധ്വാന സമയം ആവശ്യമുള്ളതിനാലും ഡയമണ്ടുകൾക്ക് മറ്റു വസ്തുക്കളേക്കാൾ വില കൂടുതലാണ്. ഒരു ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിൽ ഒരു കമോഡിറ്റിയുമായി ബന്ധപ്പെട്ട രണ്ട് ഘടകങ്ങൾ ആണുള്ളത്: യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ. അതുപോലെ ഒരു കമോഡിറ്റിയിൽ ഉൾക്കൊള്ളുന്ന യൂസ്ഫുൾ ലേബറും അബ്സ്ട്രാക്റ്റ് ലേബർ എന്നീ ടൂഫോൾഡ് ക്യാരക്ടർ കമോഡിറ്റിയിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് യൂസ് വാല്യൂ ഓഫ് കമോഡിറ്റീസ്. കമോഡിറ്റികൾക്ക് യൂസ് വാല്യൂ മാത്രമേ ഉണ്ടാകൂ. അബ്സ്ട്രാക്റ്റ് യൂസ്ഫുൾ ലേബർ അതിൽ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു ചരക്കിന്റെ മൂല്യം സൃഷ്ടിക്കപ്പെടുന്നത്. മാക്സിന്റെ അഭിപ്രായത്തിൽ കമോഡിറ്റികളുടെ യൂസ് വാല്യൂവിൽ ദ്രവ്യവും അധ്വാനവും എന്ന രണ്ട് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒരു കമോഡിറ്റിയുടെ യൂസ് വാല്യൂ എന്നത് ഒരു സ്പെഷ്യൽ കമോഡിറ്റി നിറവേറ്റുന്ന ഒരു കമോഡിറ്റിയുടെയോ ഹ്യൂമൻസിൻ്റെയോ ഉപയോഗത്തെ സൂചിപ്പിക്കുന്നു. യൂസ് വാല്യൂ എന്നത് ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക സേവനം നൽകാനുള്ള ഒരു കമോഡിറ്റിയുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ചെരുപ്പുകൾ കാലുകളെ സംരക്ഷിക്കുന്നു, പിന്നെ ശരീരത്തിൽ വസ്ത്രം ധരിക്കുന്നു, അപ്പവും വെണ്ണയും ഒക്കെ വിശപ്പിന്റെ ആവശ്യം നിറവേറ്റുന്നു. കൂടാതെ ഓരോ കമോഡിറ്റിയും മറ്റൊരു കമോഡിറ്റിക്ക് നിറവേറ്റാൻ കഴിയാത്ത ഒരു പ്രത്യേക ആവശ്യം നിറവേറ്റുന്നു. കാരണം ഒരു ചരക്കിന്റെ ഉപയോഗം നിർണയിക്കുന്നത് അതിൻ്റെ ഭൗതിക ഗുണവും ഗുണനിലവാരവുമാണ്. മാർക്കറ്റിൽ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു വസ്തുവാകാതെ തന്നെ ഒരു കമോഡിറ്റി യൂസ്ഫുൾ ആകും. എക്സാമ്പിൾ വായു, വെള്ളം, മണ്ണ് മുതലായ കമോഡിറ്റീസ്. ഒരു വസ്തു ഉപയോഗമൂല്യമുള്ളതും ഉപയോഗപ്രദവും അധ്വാനത്തിന്റെ ഉൽപ്പന്നവുമാകാം. ഒരു വസ്തു ഒരു കമോഡിറ്റി ആകാതെ തന്നെ. ഉദാഹരണത്തിന് ഒരു കർഷകൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി കാർഷികോൽപ്പന്നങ്ങൾ വളർത്തുന്നു. ഉപജീവന മാർഗം ചരക്കുകളെയല്ല ഉപയോഗമൂല്യത്തെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു വ്യക്തി ഒരു വസ്തുവിൽ ഉപയോഗപ്രദമായ അധ്വാനം ചെലവഴിക്കുകയും മറ്റുള്ളവർക്കായി മൂല്യം ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ സാമൂഹിക ഉപയോഗമൂല്യവും ഉൽപ്പാദിക്കപ്പെടുമ്പോഴാണ് ഒരു കമോഡിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഒരു കമോഡിറ്റിയിൽ വാല്യൂ കാണപ്പെടുന്നില്ല. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വസ്തു ഉപയോഗശൂന്യമാണെങ്കിൽ അതിനൊരു മൂല്യവുമില്ല. അതിൽ ചെലവഴിക്കുന്ന അധ്വാനവും ഉപയോഗശൂന്യമാണ്. ഉപയോഗപ്രദമായ അധ്വാനം ലളിതമായ ഉപയോഗമൂല്യങ്ങൾ സൃഷ്ടിക്കുന്നു. ലിനൻ, കോട്ട് തുടങ്ങിയ കമോഡിറ്റികൾക്ക് ഡിസ്റ്റിങ്റ്റീവ് യൂസ് വാല്യൂസ് ഉണ്ട്. ഉപജീവനത്തിനായുള്ള ഉപയോഗപ്രദമായ അധ്വാനവും ഉൽപാദനവും പണ്ടു മുതലേ സംഭവിച്ചിട്ടുണ്ട്. വിനിമയമുള്ള ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ മാത്രമേ അത് കമോഡിറ്റിയുടെ രൂപം എടുക്കുന്നുള്ളൂ. ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ യൂസ്ഫുൾ ലേബർ ഒരു കമോഡിറ്റിയായി രൂപപ്പെടുന്നു. ഫ്യൂഡൽ സൊസൈറ്റിയിലോ ട്രൈബൽ സൊസൈറ്റിയിലോ വിനിമയ സംവിധാനമില്ല. യൂസ്ഫുൾ ലേബർ കമോഡിറ്റിയുടെ രൂപം എടുക്കുന്നില്ല. യൂസ്ഫുൾ ലേബർ എന്നത് മനുഷ്യാധ്വാനത്തിന് ഉൽപാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒരു കമോഡിറ്റിയിൽ ലളിതമായ ഉപയോഗമൂല്യങ്ങൾ സൃഷ്ടിക്കാനുമുള്ള കഴിവിനെ ആണ് സൂചിപ്പിക്കുന്നത്. ലിനനും കോട്ടും ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുന്നതും ചില ഉൽപാദന മാർഗങ്ങൾ ഉപയോഗിക്കുന്നതുമായ ഉൽപാദന പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായ കമോഡിറ്റീസ് ആണ്. യൂസ്ഫുൾ ലേബർ ഈസ്
qualitatively distinct and produces different utilities in different commodities. Only when useful labor and not simplified labor is spent on that use value is created in commodity. അടുത്ത ടോപ്പിക്കാണ് എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് കമ്മോഡിറ്റീസ്. ഒരു ഫ്യൂഡൽ സൊസൈറ്റിയിൽ പ്രൊഡക്ഷൻ ഉപയോഗത്തിനും ഉപഭോഗത്തിനും വേണ്ടിയുള്ളതാണ്. ഒരു ഫ്യൂഡൽ സൊസൈറ്റിയിൽ വസ്തുക്കൾക്ക് ഉപയോഗമൂല്യം മാത്രമേ ഉള്ളൂ. വികസിത സമ്പദ് വ്യവസ്ഥകളിൽ ചരക്കുകൾ വിപണിയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുമായി വിനിമയ മൂല്യം ഉയർന്നു വരുന്നു. ഒരു കമ്മോഡിറ്റിയുടെ ക്വാളിറ്റേറ്റീവ് പ്രൊപ്പോർഷന്റെ ഒരു നിശ്ചിത അളവ് അനുപാതത്തെ റെപ്രസെന്റ് ചെയ്യുന്നതിനുള്ള എബിലിറ്റിയുമായി എക്സ്ചേഞ്ച് വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നു. എമർജ് ചെയ്യുന്നത് വാല്യൂ ഇൻ എക്സ്ചേഞ്ച് ആണ്. കമ്മോഡിറ്റികളെ വാല്യൂ ഓഫ് എക്സ്ചേഞ്ചുകളാൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവയുടെ യൂസ് വാല്യൂ ഇൻസിഗ്നിഫിക്കൻ്റ് ആകുന്നു. എല്ലാ കമ്മോഡിറ്റികളിലും ഒരു സാർവത്രിക അടിത്തറ കാണപ്പെടുന്നു. അത് മെഷേഴ്സിൽ മാത്രം റെപ്രസെന്റ് ചെയ്യുന്നു, കാരണം ഒരു കമ്മോഡിറ്റി മറ്റൊന്നുമായി റീപ്ലേസിബിൾ ആണ്. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റികളിലും വാല്യൂസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ അളവ് പ്രൊപ്പോർഷൻസിനെ ഒരു സമവാക്യത്തിലൂടെയും മറ്റൊരു ചരക്കിന്റെ അളവ് അനുപാതത്തിന്റെ മൂല്യമായി ബന്ധപ്പെട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നതിലൂടെയും നമ്മൾ അബ്സ്ട്രാക്റ്റ് വാല്യൂവെ കുറിച്ച് സംസാരിക്കുന്നു. കൂടാതെ എക്സ്ചേഞ്ച് വാല്യൂ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലെ എല്ലാ സാമൂഹിക ബന്ധങ്ങളെയും രൂപപ്പെടുത്തുന്നു. ഒരു കമ്മോഡിറ്റിയുടെ എക്സ്ചേഞ്ച് വാല്യൂ ആക്സിഡന്റൽ ആണ്. അത് ടൈം, പ്ലേസ് എന്നിവയ്ക്ക് അനുസരിച്ച് മാറുന്നു. ഓരോ കമ്മോഡിറ്റിക്കും വ്യത്യസ്തമായ ഒരു ഗുണവും അതുല്യമായ ഒരു ധർമ്മവും ഉള്ളതിനാൽ യഥാർത്ഥത്തിൽ ചരക്കുകൾ താരതമ്യപ്പെടുത്താനാവില്ലെന്ന് മാക്സ് വിശ്വസിച്ചു. ചരക്കുകൾ വിനിമയത്തിൽ തുല്യമാണെങ്കിൽ വ്യത്യസ്ത തരം ചരക്കുകൾ തമ്മിലുള്ള എല്ലാ ഉപയോഗപ്രദമായ വ്യത്യാസങ്ങളും ഇല്ലാതാക്കപ്പെടുമെന്ന് മാക്സ് ക്രിട്ടിസൈസ് ചെയ്തു. എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസിന് 3 കോൺസിക്വൻസസ് ഉണ്ട്. ഒന്നാമതായി, ചരക്കുകൾ വിനിമയത്തിന് വിധേയമാകുമ്പോൾ അവയുടെ ഉപയോഗത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കപ്പെടുന്നു. അളവുകളുടെ അടിസ്ഥാനത്തിൽ കമ്മോഡിറ്റികളുടെ മൂല്യം ഡിറ്റർമൈൻ ചെയ്യുന്നതിനുള്ള ഒരു അടിത്തറ സ്ഥാപിക്കപ്പെടുന്നു. അതിനാൽ എക്സ്ചേഞ്ചിൽ കമ്മോഡിറ്റികളും അവയുടെ യൂസ് വാല്യൂവും തമ്മിലുള്ള ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് കുറയുന്നു. രണ്ടാമതായി, ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷനിലെ വിനിമയം വ്യത്യസ്ത കമ്മോഡിറ്റികളിൽ ചെലവഴിക്കുന്ന വ്യത്യസ്ത തരം ലേബർ തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലാതാക്കുന്നതിലേക്ക് നയിക്കുന്നു. ഒരു കോട്ട് നിർമ്മിക്കുന്ന ഒരു കോട്ട് നിർമ്മാതാവിന്റെ കഴിവുകളും ഷൂസ് നിർമ്മിക്കുന്ന ഒരു ഷൂസ് നിർമ്മാതാവിന്റെ കഴിവുകളും വ്യത്യസ്തമാണെന്ന് മാക്സ് വിശ്വസിച്ചു. ഷൂ നിർമ്മാതാവിനും കോട്ട് നിർമ്മാതാവിനും ഷൂസും കോട്ടും നിർമ്മിക്കാൻ ആവശ്യമായ അധ്വാന സമയത്തിനനുസരിച്ച് വേജ് നൽകുന്നു. അതിനാൽ ഷൂസ് നിർമ്മാതാവിൻ്റെയും കോട്ട് നിർമ്മാതാവിൻ്റെയും വ്യത്യസ്ത അധ്വാനങ്ങൾ യഥാക്രമം ഷൂസും കോട്ടും നിർമ്മിക്കാൻ ആവശ്യമായ അധ്വാന സമയത്തിനനുസരിച്ച് അളവിനനുസരിച്ച് തുല്യമാണ്. അധ്വാനത്തിന്റെ അളവ് അളക്കുന്നത് അതിൻ്റെ ദൈർഘ്യം അനുസരിച്ചാണ്, അതായത് അതിൻ്റെ അധ്വാന സമയം. വിനിമയ മൂല്യത്തിന്റെ മൂന്നാമത്തെ പരിണിതഫലം സാമൂഹിക ബന്ധങ്ങളിൽ അതിൻ്റെ സ്വാധീനമാണ്. വ്യക്തികൾ സ്വയം വിലപ്പെട്ടവരായ മുൻകാല സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റികളിൽ എല്ലാ ബന്ധങ്ങളും വാങ്ങലിനും വിൽപ്പനയ്ക്കും വിധേയമാണെന്ന് മാക്സ് വിശ്വസിച്ചു. അതിനാൽ വസ്തുക്കളുടെ മൂല്യം നിർണയിക്കുന്നത് വിപണിയിൽ പ്രവേശിക്കാനുള്ള അവയുടെ കഴിവായി കണക്കാക്കപ്പെടുന്നു. എക്സാമ്പിൾ, ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം നിർണയിക്കുന്നത് തൊഴിലാളിയുടെ അധ്വാനത്തിന്റെ വിനിമയ മൂല്യമാണ്. തൊഴിലാളിക്ക് കൂലി ലഭിക്കുന്നു, തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ വിലയാണ് കൂലി. ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ക്യാപിറ്റലിസ്റ്റ് വർക്കേഴ്സിനെ ചൂഷണം ചെയ്യുന്നു, കാരണം
മുതലാളി വിപണിയിലെ ചരക്കുകളെ കൈമാറ്റത്തിൽ പങ്കാളിയാകുന്നു. മറുവശത്ത് തൊഴിലാളി തന്റെ അധ്വാന ശക്തി, അതായത് ജോലി ചെയ്യാനുള്ള കഴിവ് വിൽക്കുകയും ഉൽപാദനത്തിൽ മൂല്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. തൊഴിലാളിക്ക് തന്റെ പരിപാലനത്തിനുള്ള കൂലി മാത്രമേ ലഭിക്കുകയുള്ളൂ. സഞ്ചയ വേതനം തൊഴിലാളി സൃഷ്ടിക്കുന്ന മൂല്യത്തേക്കാൾ കുറവാണ്. അതിനാൽ തൊഴിലാളി ചൂഷണം ചെയ്യപ്പെടുന്നു. പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റായ ഡേവിഡ് റിക്കാർഡോയും ആഡം സ്മിത്തും കമ്മോഡിറ്റിയിൽ ചെലവഴിക്കുന്ന അധ്വാനത്തെ ദൃശ്യവൽക്കരിച്ചു. ഒരു ചരക്കിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു ഇരട്ട അധ്വാന സ്വഭാവം ഉണ്ടെന്ന് മാക്സ് അഭിപ്രായപ്പെട്ടു. ഒരു കമ്മോഡിറ്റിയിൽ ചെലവഴിക്കുന്ന രണ്ട് തരം അധ്വാനങ്ങൾ യൂസ് ലേബറും അബ്സ്ട്രാക്ട് ലേബറുമാണ്. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ കോട്ടിന്റെയും ലിനന്റെയും മൂല്യങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മാക്സ് ചോദ്യം ചെയ്യുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, കോട്ടും ലിനനും ലളിതമായ ഉപയോഗ മൂല്യങ്ങൾ ഉൾക്കൊള്ളുകയും ഗുണപരമായി വ്യത്യസ്തമായ അധ്വാനത്തിന്റെ ഉൽപ്പന്നങ്ങളാണെങ്കിൽ അവയുടെ വിനിമയ മൂല്യം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കാരണം ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഒരു കമ്മോഡിറ്റിയുടെ ഊർജത്തിൽ ഫിസിയോളജിക്കൽ ചെലവ് മാത്രമേ കണക്കിലെടുക്കുന്നുള്ളൂ. വ്യത്യസ്ത തരം അധ്വാനം, കഴിവുകൾ, യൂസ് ലേബറിന്റെ ലക്ഷ്യങ്ങൾ എന്നിവ തമ്മിലുള്ള ഗുണപരമായ വ്യത്യാസത്തിൽ നിന്ന് ഊർജത്തിന്റെ ഫിസിയോളജിക്കൽ ചെലവിന്റെ അളവിലേക്ക് ഒരു മാറ്റം ഉണ്ട്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് അളവിലേക്കുള്ള ഈ മാറ്റം ഉപയോഗപ്രദമായ അധ്വാനങ്ങളിൽ നിന്ന് അബ്സ്ട്രാക്റ്റിലേക്ക് നയിക്കുന്നു. ഒരു കമ്മോഡിറ്റിയിൽ ചെലവഴിക്കുന്ന ഉപയോഗപ്രദമായ അധ്വാനത്തിൽ നിന്ന് ഒരു സാമാന്യവൽക്കരണം ഉണ്ട്. അത് അബ്സ്ട്രാക്ട് ലേബർ എന്നറിയപ്പെടുന്നു. ഇത് കമ്മോഡിറ്റികളുടെ എക്സ്ചേഞ്ച് വാല്യൂസിന്റെ ബേസിസ് ആയിട്ട് മാറുന്നു. ഇനി അടുത്ത ടോപ്പിക് നമുക്ക് പഠിക്കാം. അടുത്ത ടോപ്പിക്കാണ് origin of value and value form. ലേബർ ഇൻക്ലൂഡ് ചെയ്ത കമ്മോഡിറ്റി ആയതിനാൽ കമ്മോഡിറ്റീസ് വിലപ്പെട്ടതാണെന്ന് ആഡം സ്മിത്തും റിക്കാർഡോയും വിശ്വസിച്ചു. സ്മിത്തിന്റെയും റിക്കാർഡോയുടെയും ചിന്തകൾ മാക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. അദ്ദേഹം കൂടുതൽ വിമർശിച്ചു. ഒരു കമ്മോഡിറ്റിയുമായി മൂല്യം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഒരു കമ്മോഡിറ്റിയുടെ മൂല്യം മറ്റൊന്നുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രകടിപ്പിക്കുന്നുവെന്നും മാക്സ് വിശകലനം ചെയ്യുന്നു. ഒരു കമ്മോഡിറ്റിക്ക് അതിന്റെ മൂല്യത്തിന്റെ ഉറവിടമായ ഒരു പദാർത്ഥമുണ്ടെന്ന് ഒരു കെമിസ്റ്റും തെളിയിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. കമ്മോഡിറ്റിയുടെ വാല്യൂ ഒരു കമ്മോഡിറ്റിയുടെ ഇൻബോൺ പാർട്ട് അല്ല എന്ന് മാക്സ് വിശ്വസിക്കുന്നു. ഒരു കമ്മോഡിറ്റി മറ്റൊരു കമ്മോഡിറ്റിയുമായി ബന്ധപ്പെട്ട് കാണുകയും കമ്മോഡിറ്റിയുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുന്ന സോഷ്യൽ റിലേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് വാല്യൂസ് എമർജ് ചെയ്യുന്നത്. ഒരു കമ്മോഡിറ്റിയുടെ ഈ വശങ്ങൾ വാല്യൂ ഫോം ആയി മറിഞ്ഞിരിക്കുന്നു. വാല്യൂ ഫോം എക്സ്ചേഞ്ച് വാല്യൂസിന് തുല്യമല്ല. ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഒരു കമ്മോഡിറ്റിയുടെ മൂല്യം മറ്റൊരു കമ്മോഡിറ്റിയുമായുള്ള ബന്ധത്തിലാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മാക്സിന്റെ അഭിപ്രായത്തിൽ കമ്മോഡിറ്റി കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പൊതുപദാർത്ഥം അവയുടെ മൂല്യമാണ്. ഒരു ചരക്കിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് മറ്റു ചരക്കുമായുള്ള അതിന്റെ ബന്ധമാണ്. ഇത് ആപേക്ഷിക മൂല്യമാണ്. ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ ഉയർന്നു വരുന്നത് ആപേക്ഷികവും തത്തുല്യവുമായ മൂല്യരൂപങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയും ഒരു താരതമ്യത്തിലേക്ക് കടക്കുകയും ചെയ്യുമ്പോഴാണ്. അലൻ കാർലിംഗിന്റെ അഭിപ്രായത്തിൽ ലിനൻ എന്ന കമ്മോഡിറ്റി കോട്ടിന്റെ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നതുവരെ, അതൊരു കോട്ടായി കാണുന്നതുവരെ അതിന്റെ മൂല്യം അറിയുന്നില്ല എന്നാണ് മാക്സ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ കമ്മോഡിറ്റി, അതായത് ലിനൻ, സജീവമായ പങ്ക് വഹിക്കുന്നു. മൂല്യത്തിന്റെ ആപേക്ഷിക രൂപമാണ് രണ്ടാമത്തെ കമ്മോഡിറ്റി ആയ കോട്ട്.
കോട്ട് ഒരു നിഷ്ക്രിയത പങ്കുവഹിക്കുന്നു. ഇത് ലിനന്റെ മൂല്യത്തിന്റെ തുല്യ രൂപത്തെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. വാല്യൂസിന്റെ ഈ പ്രകടനങ്ങൾ പരസ്പരം വിപരീതമാണ്. എന്നാൽ മൂല്യത്തിന്റെ രണ്ട് രൂപങ്ങൾക്കും പരസ്പരം കൈമാറ്റം ചെയ്യാനായിട്ട് കഴിയും. ഇത് മാക്സിന് വാല്യൂയിങ് മൂവ്മെന്റ് ആണ്. അടുത്ത ടോപ്പിക്കാണ് ഫെറ്റിഷിസം ഓഫ് കമോഡിറ്റീസ്. ഒരു ഭൗതിക വസ്തുവിനോടോ ഒരു അസാധാരണമായ ശക്തികൾ ഉണ്ടെന്ന വിശ്വാസത്തിൽ പ്രകടിപ്പിക്കുന്ന അസാധാരണമായ ഭക്തിയാണ് ഫെറ്റിഷ്. ഇതിനകം ഈ ചർച്ച ചെയ്തതുപോലെ ഉപയോഗപ്രദമായ അധ്വാനത്താൽ സൃഷ്ടിക്കപ്പെട്ട ഉപയോഗമൂല്യങ്ങൾ മാത്രമേ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാകൂ. വിലപ്പെട്ട ഒരു ചരക്കിൽ ഒരു അണുവോളം പോലും പദാർത്ഥം കാണപ്പെടുന്നില്ല. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റികളിൽ കമോഡിറ്റീസ് അവയിൽ തന്നെ വിലപ്പെട്ടതാണെന്നും അവയ്ക്ക് അസാധാരണമായ ശക്തികളുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. എക്സാമ്പിൾ, ലിബറലൈസ്ഡ് വേൾഡിൽ ഒരു സൊസൈറ്റിയിലെ ചില ബ്രാൻഡഡ് ഉപയോഗ വസ്തുക്കളുടെ ഉപയോഗം ബ്രാൻഡഡ് അല്ലാത്ത ഇനങ്ങൾക്ക് നല്ല നിലവാരമുള്ളതായിരിക്കാവുന്ന അസാധാരണമായ ശക്തികൾ ബ്രാൻഡഡ് ഇനങ്ങൾക്കുണ്ടെന്ന വിശ്വാസത്തിൽ നിന്നുമാണ്. ഇത് കമോഡിറ്റീസ് മൂല്യവാഹകരാണെന്ന് വാദിച്ച റിക്കാർഡോ സ്മിത്ത് തുടങ്ങിയ പൊളിറ്റിക്കൽ എക്കണോമിക്സ് വിദഗ്ധരെ മാക്സ് വിമർശിച്ചു. കൂടാതെ സോഷ്യൽ സിസ്റ്റത്തിൽ കമോഡിറ്റീസിന് എങ്ങനെയാണ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലെ ബന്ധത്തിൽ എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ടായിരിക്കുന്നതെന്ന് രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധർ അന്വേഷിച്ചില്ല. കമോഡിറ്റി ഒരു വിനിമയ ബന്ധ വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവയ്ക്ക് അസാധാരണമായ ശക്തിയുണ്ടെന്ന് മാക്സ് വിശ്വസിച്ചു. ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഒരു മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ചരക്കുകൾക്ക് ഉപയോഗമൂല്യമായി ബന്ധപ്പെട്ട് അസാധാരണമായ ശക്തികളുണ്ട്. വിനിമയ മൂല്യവുമായി ബന്ധപ്പെട്ട് അല്ല. കാരണം ഉപയോഗമൂല്യത്തിന്റെ വാഹകർ എന്ന നിലയിൽ കമോഡിറ്റീസ് മനുഷ്യന്റെ ആവശ്യം മാത്രം നിറവേറ്റുന്ന അധ്വാനത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. വാല്യൂ കമോഡിറ്റിയുടെ ഭാഗമാണെന്നും കമോഡിറ്റി അസാധാരണമായ ശക്തികൾ പ്രകടിപ്പിക്കുന്നുവെന്നും വ്യക്തികൾ വിശ്വസിക്കുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിൽ ഒരു സാമൂഹിക ബന്ധങ്ങൾ വികസിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. മുതലാളിത്ത സമൂഹങ്ങളിലെ കമോഡിറ്റികളിലെ ഫെറ്റിഷിസം വിശദീകരിക്കുന്നതിന് ചില വസ്തുക്കൾക്ക് മാന്ത്രിക ശക്തികൾ ഉണ്ടെന്ന് വ്യക്തികൾ വിശ്വസിക്കുന്ന ഗോത്ര സമൂഹങ്ങളുമായി മാക്സ് ഒരു സാമ്യം വികസിപ്പിച്ചെടുത്തു. ഒരു വസ്തുവിലും അന്തർലീനമായ മാന്ത്രിക ശക്തിയില്ലെന്ന് മാക്സ് വിശ്വസിച്ചു. അസാധാരണമായ ശക്തികളുള്ള ഒരു വസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസം ഒരു സാമൂഹിക ചട്ടക്കൂടിന്റെ ഭാഗമായ വസ്തുവുമായുള്ള വ്യക്തിയുടെ ബന്ധം മൂലമാണ്. മുതലാളിത്തത്തിന്റെ വസ്തുക്കൾക്ക് അസാധാരണമായ ശക്തികളുണ്ടെന്ന വിശ്വാസത്തെ കമോഡിറ്റി ഫെറ്റിഷിസം എന്ന് വിളിക്കുന്നു. അടുത്ത ടോപ്പിക്കാണ് സർക്കുലേഷൻ ഓഫ് കമോഡിറ്റീസ്. ഒരു ക്യാപിറ്റലിസത്തിൽ നിന്ന് ചരക്കുകൾ ഒരു വിനിമയ വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. ഫ്യൂഡലിസം എന്ന നിലയിൽ പ്രൊഡക്ഷൻ പ്രാഥമികമായി ഉപയോഗത്തിന് വേണ്ടിയുള്ളതും സാമൂഹിക ഉൽപ്പന്നങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സാമൂഹിക ബന്ധങ്ങളിൽ വ്യക്തികൾക്കിടയിലാണ്. ചരക്ക് ഫെറ്റിഷിസത്തിന്റെ ഘട്ടത്തിൽ ബന്ധങ്ങൾ വ്യക്തികൾക്കിടയിലല്ല, വസ്തുക്കൾക്കിടയിലാണെന്ന് തോന്നുന്നു. മുതലാളിത്തത്തിൽ ബന്ധങ്ങൾ കൈമാറ്റത്തിന്റെ രൂപമെടുക്കുന്നു. വാങ്ങൽ, ഉൽപാദനം, ഉപഭോഗം തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും സ്വകാര്യ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. സാമൂഹിക ബന്ധങ്ങൾ കൈമാറ്റത്താൽ ആധിപത്യം പുലർത്തുന്നു. കൂടാതെ വ്യക്തികൾ സാധനങ്ങൾ വാങ്ങുന്നയാൾ, വിൽക്കുന്നയാൾ, നിർമ്മാതാവ്, ഉപഭോക്താവ് എന്നീ നിലകളിൽ പരസ്പരം അഭിമുഖീകരിക്കുന്നു. വിപണികളിൽ പ്രചരിക്കുന്ന സാധനങ്ങളുടെ ഉടമകൾ എന്ന നിലയിൽ വ്യക്തികൾ വിനിമയ ബന്ധങ്ങളുടെ ഒരു സംവിധാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. കാര്യങ്ങൾ കൂടുതൽ മൂലവത്തായി കാണപ്പെടുന്നു. സാധനങ്ങൾക്ക് മനുഷ്യ സമാന ഗുണങ്ങൾ
ഒരു ഫെറ്റിഷ് രൂപം എന്നിവയുള്ളതായി കാണപ്പെടുന്നു. അവ പരസ്പരം സാമൂഹിക ബന്ധങ്ങളിൽ പ്രവേശിക്കുന്നു. വ്യക്തികൾ വെറും സാധനങ്ങളുടെ ഉടമകൾ ആയതിനാൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഭൗതിക ബന്ധങ്ങളായി മാറുന്നു. മറുവശത്ത് ചരക്കുകൾ വിനിമയ ബന്ധങ്ങളിൽ പ്രവേശിക്കുകയും മൂല്യത്തിന്റെ നിർണായക ഘടകങ്ങളാണ്. വെറും ചരക്കുകളുടെ ഉടമകൾ എന്ന നിലയിൽ ഉൽപാദനത്തിലെ വ്യക്തികളുടെ മനുഷ്യരൂപം മറഞ്ഞിരിക്കുന്നു. അടുത്ത ടോപ്പിക്കാണ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. മുതലാളിത്ത സമൂഹങ്ങളിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തൊഴിലാളിയുടെ അധ്വാനത്തിനും ഒരു വിപണിയുണ്ട്. തൊഴിലാളിയുടെ സേവനങ്ങൾക്ക് പകരമായി മുതലാളി തൊഴിലാളിക്ക് ഒരു വിലയോ കൂലിയോ നൽകുന്നു. തൊഴിലാളിയുടെ ജോലി ചെയ്യാനുള്ള ശേഷിയെ മുതലാളി വിലയ്ക്ക് വാങ്ങുന്ന അധ്വാന ശക്തിയായി കണക്കാക്കുന്നു. അധ്വാന ശക്തി ശാരീരിക അധ്വാനത്തെ സൂചിപ്പിക്കുന്ന അധ്വാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. മുതലാളി അധ്വാന ശക്തി വാങ്ങുകയും തൊഴിലാളിക്ക് കൂലിയുടെ രൂപത്തിൽ നൽകുകയും ചെയ്യുന്നു. വേതനം തൊഴിലാളികളുടെ പരിപാലനത്തിനും മുതലാളിക്ക് വിലപ്പെട്ട പുതിയ തലമുറ തൊഴിലാളികളെ വളർത്തുന്നതിനും വേണ്ടിയാണ്. വിനിമയ മൂല്യം എന്നത് അധ്വാനം എന്നത് മുതലാളി തൊഴിലാളിക്ക് നൽകുന്ന വിലയോ കൂലിയോ ആണ്. അധ്വാനത്തിന്റെ ഉപയോഗ മൂല്യം എന്നത് തൊഴിലാളിക്ക് താൻ ചെയ്യുന്ന വസ്തുക്കൾക്ക് മൂല്യം ചേർക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. തൊഴിലാളിയുടെ അധ്വാനം ഉൽപാദന പ്രക്രിയയിലെ റോ മെറ്റീരിയൽസിനെ ഉപയോഗ യോഗ്യമായ വസ്തുക്കളാക്കി മാറ്റുന്നു. ചരക്കിന് മൂല്യം ചേർക്കാനുള്ള അധ്വാനത്തിന്റെ ശേഷി, അതായത് അധ്വാനത്തിന്റെ ഉപയോഗ മൂല്യത്തെക്കാൾ മുതലാളി തൊഴിലാളിക്ക് നൽകുന്ന വിലയോ വേതനമോ ആയ അധ്വാനത്തിന്റെ വിനിമയ മൂല്യത്തെക്കാൾ വലുതാണെന്ന് മാക്സ് വിശ്വസിക്കുന്നു. മൂല്യത്തിലെ ഈ വ്യത്യാസം മുതലാളി കൈവശപ്പെടുത്തുന്ന സർപ്ലസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അത് ക്യാപിറ്റലിസ്റ്റിന് പ്രോഫിറ്റിന്റെ ഒരു സോഴ്സ് ആണ്. ഇത്രയാണ് ഈ യൂണിറ്റിലുള്ളത്. ഈ യൂണിറ്റ് അവസാനിച്ചു. ഇനി നമുക്ക് ഒരു ജസ്റ്റ് ഒരു സമ്മപ്പ് ചെയ്യാം. Okay, and let's sum up. In this unit, we discussed about the concept of commodity in capitalist society. We understood that in contrast to feudal society where production is for use, in capitalist society production is for exchange of commodities in the market. Therefore, the two factors of commodities in capitalist society are use value and exchange value. When we speak of use value of commodities, we take into account the qualitative distinction between commodities. The exchange value, on the other hand, abstracts and generalizes from use value and takes the quantitative distinction between commodities into consideration. Fetishism of commodities implies that commodities possess extraordinary powers in capitalist society, which entails that relation between individuals are seen as more material in terms of buyers, sellers, consumers and producers in the market, and it appears that social relations are between things, not individuals. Okay, അപ്പോൾ ഈ യൂണിറ്റ് അവസാനിച്ചു. Thank you.